ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷവോമി കമ്പനിയുടെ റെഡ്മി 6A എന്ന് പറയുന്നൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സാധാരണക്കാരനൊക്കെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒരു കിഡ്ലൻ സ്മാർട്ട് ഫോണാണ് റെഡ്മി 6A. അപ്പോൾ റെഡ്മി 5A നമ്മൾ ഇതിന് മുന്നേ പരിചയപ്പെട്ടിരുന്നു. റെഡ്മി 5A എന്ന് പറയുന്നൊരു മോഡൽ, അതും ബഡ്ജറ്റ് ഫോൺ തന്നെയായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് ബോക്സ് തുറന്ന് പരിചയപ്പെടാം. ആമസോണിൽ നിന്നാണ് ഈ ഫോൺ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആമസോണിൽ ഈ ഫോണിൻ്റെ വില എന്ന് പറയുന്നത് 5999 രൂപ, അതായത് 6000 രൂപയാണ്. റെഡ്മി 5Aക്ക് ശേഷം ഷവോമി കമ്പനി പുറത്തിറക്കുന്ന ബഡ്ജറ്റ് ഫോണാണ് റെഡ്മി 6A എന്ന് പറയുന്നത്. റെഡ്മി 5Aയിൽ നിന്നും ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയാണ് റെഡ്മി 6A ഷവോമി കമ്പനി പുറത്തിറക്കിയിട്ടുള്ളത്. റെഡ്മി ഫോണുകളിൽ എല്ലാ ഫോണുകൾക്കും ലഭിക്കുന്നത് പോലെ തന്നെ മികച്ച രീതിയിലുള്ള ഒരു പാക്കിംഗ് തന്നെയാണ് റെഡ്മി 6Aക്കും ഉള്ളത്. ബോക്സിന്റെ ബാക്ക് സൈഡിലായി ഫോണിന്റെ ഫീച്ചേഴ്സുകളും അതോടൊപ്പം തന്നെ ഇത് ഏത് വേരിയന്റിലാണ് എന്നുള്ളതും എഴുതിയിരിക്കുന്നത് കാണാം. എൻ്റെ കയ്യിലുള്ളത് 2GB RAM 60GB ഇന്റർണൽ മെമ്മറിയുള്ള ബ്ലാക്ക് നിറത്തിലുള്ള ഫോണാണ്. അപ്പോൾ ഇനി നമുക്ക് ബോക്സ് തുറന്ന് ഫോണിനെ വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ബോക്സിനകത്ത് നിങ്ങൾക്ക് കാണാം, ഫസ്റ്റ് തന്നെ നമ്മുടെ ഫോണാണ് റെഡ്മി 6A. ഷവോമി കമ്പനിയുടെ റെഡ്മി സീരീസിലുള്ള എല്ലാ ഫോണുകളുടെയും പോലെ തന്നെ അതേ ഒരു ഡിസൈനാണ് ഈ ഫോണിനും നൽകിയിട്ടുള്ളത്. ബോക്സിനകത്ത് പിന്നീട് വരുന്നത് യൂസർ മാനുവലും വാറണ്ടി കാർഡുമാണ്. പിന്നീട് ബോക്സിനകത്ത് വരുന്നത് ഒരു ചാർജിങ് അഡാപ്റ്ററും അതുപോലെ തന്നെ ഒരു USB ചാർജിങ് കേബിളുമാണ്. ഒരു സിം ഇജക്ടറും നമുക്ക് ഈ ബോക്സിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബോക്സിനകത്തുള്ളത്. ഈ ഫോണിന് നമുക്ക് 2 വേരിയൻറ്റുകൾ അവൈലബിൾ ആണ്. 2GB RAM പ്ലസ് 60GB ഇന്റർണൽ മെമ്മറിയും 2GB RAM പ്ലസ് 32GB ഇന്റർണൽ മെമ്മറിയും. അതുപോലെ തന്നെ ഈ ഫോൺ നമുക്ക് 4 കളർ വേരിയൻറ്റുകളിൽ അവൈലബിൾ ആണ്. ബ്ലാക്ക്, ബ്ലൂ, ഗോൾഡ്, റോസ് ഗോൾഡ് എന്നീ 4 കളർ വേരിയൻറ്റുകളിൽ നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആണ്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 30.8 cm ആൻഡ് 5.45 ഇഞ്ച് ഫുൾ സ്ക്രീൻ ആൻഡ് ഫുൾ HD ഡിസ്പ്ലേ ആണ്. 12nm ക്വാഡ് കോർ ഹീലിയോ A22 പ്രോസസ്സറാണ് റെഡ്മി 6Aക്ക് കരുത്ത് പകരുന്നത്. ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറഞ്ഞാൽ 3000 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 108 മണിക്കൂറിൻ്റെ സ്റ്റാൻഡ് ബൈ ടൈമും 69 മണിക്കൂറിൻ്റെ മ്യൂസിക് പ്ലേ ബാക്കും കമ്പനി അവകാശപ്പെടുന്നു. 13 മെഗാപിക്സലിൻ്റെ ബാക്ക് ക്യാമറയും 5 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയുമാണ് റെഡ്മി 6Aക്കുള്ളത്. ഈ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്ന ഫോണുകളിൽ തന്നെ മികച്ച നിലവാരം പുലർത്തുന്നതാണ് റെഡ്മി 6Aയുടെ ക്യാമറകൾ. ഇനി നമുക്ക് ഈ ഫോണിൽ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോകളും വീഡിയോകളും ഒന്ന് കാണാം. റെഡ്മി 6Aയിൽ നമുക്ക് 2 4G സിമ്മും ഒരു ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. 256GB വരെ നമുക്ക് മെമ്മറി കാർഡ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. റെഡ്മി സീരീസിലെ എല്ലാ ഫോണുകളെയും പോലെ തന്നെയാണ് ഈ ഫോണിൻ്റെ ഡിസൈനും വരുന്നത്.
ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും പവർ ബട്ടണും. ഫോണിൻ്റെ താഴെയായിട്ടാണ് മൈക്രോ USB ചാർജിങ് പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത് സിം ആൻഡ് മൈക്രോ SD കാർഡ് സ്ലോട്ട്. ഫോണിൻ്റെ മുകൾ ഭാഗത്താണ് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ള സ്ലോട്ട് വരുന്നത്. MI യൂസർ ഇൻ്റർഫേസ് 10 ആണ് Redmi 6Aയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ്രോയിഡ് വെർഷൻ 8.1 ഒറിയോ ആണ് Redmi 6Aയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഫോണിന് 1 വർഷത്തെ മാനുഫാക്ചറിംഗ് വാറണ്ടിയും ബാറ്ററി അടക്കമുള്ള ആക്സസറീസിന് 6 മാസത്തെ മാനുഫാക്ചറിംഗ് വാറണ്ടിയുമാണ് കമ്പനി നൽകുന്നത്. ആമസോണിലെ ദീപാവലി ഓഫറിലാണ് ഞാൻ ഈ ഫോൺ പർച്ചേസ് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഫോൺ 6000 രൂപയ്ക്ക് ലഭിച്ചത്. ഇപ്പോൾ ആമസോണിൽ ഈ ഫോണിൻ്റെ വില 16 GB വേരിയൻറ്റിന് 6500 രൂപയും 32 GB വേരിയൻറ്റിന് 7400 രൂപയുമാണ്. നിങ്ങൾക്ക് ഈ ഫോൺ പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് ഈ ഫോൺ പർച്ചേസ് ചെയ്യാവുന്നതാണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും മികച്ച ഫോണാണ് Redmi 6A. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.